10ാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠം, ആദ്യത്തെ ഇക്കായി, പെഹല ഇക്കായിക്ക് പെഹല പാഠ് വീർ ബഹൂഠി. ഓരോ ഇക്കായിലും 2 പാഠവും 1 പദ്യവും എന്തെങ്കിലും ഉണ്ടാവും. ചെറിയൊരു 2 പാഠം അല്ലെങ്കിൽ ചെറിയൊരു ഭാഗം, അത്രയേ ഉള്ളൂ. വീർ ബഹൂഠി. വീർ ബഹൂഠി എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് മാത്രം കാണുന്ന ചെറിയ കീടങ്ങൾ. മഴക്കാലത്തൊക്കെ ചെറിയ, അതിൻ്റെ കളറ് ചുവപ്പ് കളർ കണ്ടിട്ടുണ്ടാവും. പാടങ്ങളിലൂടെ ഓരം ചേർന്ന് പാടങ്ങളിലൂടെ നമ്മൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്തോ, പ്രത്യേകിച്ച് ആൺകുട്ടികൾ എന്താ ചെയ്യുക, പാടങ്ങളും നേരെ പോകത്തില്ല. സ്കൂളിൽ പോകുന്ന വഴിക്ക് അവിടെ ഇവിടെ നിന്ന് എന്തെങ്കിലും നോക്കുമ്പോൾ കാണാം, മഴ പെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് മാത്രം കാണുന്ന ചുവന്ന കീടങ്ങൾ, വീർ ബഹൂഠി. അപ്പൊ അതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. മഴക്കാലത്ത് മാത്രം കാണുന്ന ചുവന്ന നിറത്തിലുള്ള ചെറിയ ജീവിയാണ് വീർ ബഹൂഠി. അത് ഏകവചനമാണ്. വീർ ബഹൂഠിയാം എന്ന് പറയുമ്പോൾ ഒരുപാടെണ്ണം. ഒരെണ്ണമാണോ നമ്മൾ മഴക്കാലത്ത് കാണാം? അല്ല, ഒന്നിലധികം നമുക്ക് കാണാൻ സാധിക്കും. ആ പാഠം എഴുതിയിരിക്കുന്നത് പ്രഭാതാണ്. പ്രോക്തിയാണിത്. പ്രോക്തി എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സംഭവങ്ങൾ. കഹാനികാരന്റെ പേര് പ്രഭാ. പഠിക്കുക. ഇത് ഏത് സാഹിത്യ വിധയിൽ പെടുന്നു എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താ പറയാ? കഹാനി. വീർ ബഹൂഠി ഏത് സാഹിത്യ വിധയിൽ പെടുന്നു വെച്ചാൽ കഹാനി. ഇസ്കാ കഹാനികാർ കാ നാം ക്യാ ഹേ? പ്രഭാ. ഇതെന്താണ്? ഒരു പ്രോക്തി. പ്രോക്തി എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സംഭവങ്ങൾ. പാഠത്തിലേക്ക് കടക്കാം. പാഠം തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെതായ കുറച്ച് ഇൻസ്ട്രക്ഷൻസ്. പാഠങ്ങൾ തുടങ്ങുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ വിരലുകൾ ഞാൻ ഏത് അക്ഷരമാണോ പറയുന്നത്, ഏത് വാക്ക് അതിൻ്റെ താഴെ വെച്ച് പോവുക. ഇതിൻ്റെ ഉദ്ദേശം നമുക്കറിയാത്ത വാക്കുകളോ നമുക്കറിയാത്ത ശബ്ദങ്ങളോ എങ്ങനെ ഉച്ചരിക്കണമെന്നും ഞാൻ വായിക്കുമ്പോൾ അതിനൊപ്പം പോയാൽ മാത്രമേ ആ വാക്ക് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യണം, ആ വാക്ക് ശരിയായി എങ്ങനെ അത് മനസ്സിലേക്ക് അങ്ങോട്ട് പതിയും. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. बादल बहुत बरस लिए थे, फिर भी बहुत सारा पानी उनमें बचा हुआ था. बादल बहुत बरस लिए थे, കാർമേഘം പെയ്തൊഴിഞ്ഞു. ഇപ്പോഴത്തെ കാലാവസ്ഥ എങ്ങനെയാണ്? മഴക്കാലം അല്ലേ? മഴ തുടങ്ങിയ ഒരു ഭയങ്കര തുടങ്ങലാണ്. ഭയങ്കരമായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ പറയും എന്താണ്, ഇറ്റ് റെയിൻസ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്, ഇറ്റ് റെയിൻസ് ഹെവിലി എന്ന് പറയും. അതുപോലെ ബാദൽ ബഹുത് ബരസ് ലിയേ ഥേ, കാർമേഘം പെയ്തൊഴിഞ്ഞു. ഇനി മഴ പെയ്ത് ഒഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് വെള്ളത്തിന്റെ ഓരോ ചെടിയുടെ മുകളിലും വയലുകളിലും ഒക്കെ ആ മണ്ണിന്റെ നനവ് കാണാം. അതുപോലെ മഴ പെയ്തൊഴിഞ്ഞെങ്കിലും ഫിർ ഭീ എന്നിരുന്നാലും ബഹുത് സാരാ പാനി ഉന്മേ ബച്ചാ ഹുവാ ഥാ. മഴ പെയ്ത് കഴിഞ്ഞെങ്കിലും ആ മഴയിലെ കുറച്ച് വെള്ളം എവിടെയുണ്ട്? എവിടെയൊക്കെ പലയിടങ്ങളിലും ബച്ചാ ഹുവാ ഥാ, അവശേഷിച്ചിരിക്കുന്നു. അവിടെയൊക്കെയാണുള്ളതെന്ന് പറയുന്നു. 3ാമത്തെ വാചകം, വേ ഖേതോം ജംഗലോം കെ ഊപ്പർ ഛായേ ഹുവേ ഥേ. മഴ പെയ്തൊഴിഞ്ഞു, മഴയിലെ വെള്ളത്തിന്റെ അവശിഷ്ടങ്ങൾ, ബാക്കി വെള്ളം അത് എവിടെ വന്ന് വീഴുന്നു? ഖേതോം, വയലുകളിലും കാടുകളിലും വ്യാപിച്ചു കിടക്കുന്നു. നമുക്ക് മനസ്സിലാക്കാം, രാത്രി മഴ പെയ്ത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണാം ചെടിയൊക്കെ നനഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ നിലമൊക്കെ നനഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ഉറക്കത്തിൽ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ രാവിലെ നോക്കുമ്പോൾ കാണുമ്പോൾ ഒന്നര മഴ പെയ്യും. അതുപോലെ അവശേഷിക്കുന്ന വെള്ളം എവിടെയാണ്? ഖേതോം ജംഗലോം കെ ഊപ്പർ, വയലുകളിലും പിന്നെ കാടുകളുടെ മുകളിലും വ്യാപിക്കുക. സാരാ ആകാശ് മേഘോം സേ ഭരാ ഥാ. ആകാശം മുഴുവൻ, ശ്രദ്ധിക്കുക, സാരാ ആകാശ് എന്ന് പറയുന്നത്. സാരാ ആകാശ് എന്ന് പറയുമ്പോൾ അതിനൊരു കാര്യം മനസ്സിലാക്കണം. ആകാശ് എന്നുള്ളത് പുല്ലിംഗം. അവിടെ സാരി ആകാശ് എന്നല്ല ഉപയോഗിക്കുന്നത്, സാരാ ആകാശ്. അപ്പൊ ആകാശ് എന്നുള്ളത് പുല്ലിംഗം. സാരാ ആകാശ് മേഘോം സേ ഭരാ ഥാ. ആകാശം മുഴുവൻ എന്താണ്? മേഘത്താൽ നിറഞ്ഞിരുന്നു. ഭര. അതെങ്ങനെ ഭര? ഭര എന്ന് പറഞ്ഞാൽ അർത്ഥം മാറും. ഭര ഥാ. മേഘോം കി ഛായാവുമേ, മേഘത്തിന്റെ തണലിൽ, മേഘോം കി ഛായാവുമേ ഗീലി ഹവായെ, നനുത്ത കാറ്റ്. മേഘത്തിന്റെ തണലിൽ ഗീലി ഹവായിൽ ഇധർ ഉധർ ഘൂമരഹി ഥി. മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു നനുത്ത കാറ്റ്. മഴ പെയ്യുന്നതിന് മുമ്പ് നമുക്കറിയാം ഒരു നനുത്ത കാറ്റ്, ഒരു കാറ്റ് എന്താണ്? മഴ പെയ്യോ? നമുക്ക് സംശയം. മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു നനുത്ത കാറ്റ് അവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. പേടോം കി തനെ അപ് ഭി ഖീലേ ഥേ.
പേട് എന്ന് പറഞ്ഞാൽ ചെടി, അല്ലെങ്കിൽ ഏത് ചെടികളും പേട്. പേടോം കി തനെ, തനെ മീൻസ് തായ്തടി, ചെടികളുടെ തായ്തടികൾ. അബ് ഭി ഗീലേത്തെ, ഇപ്പോഴും നനഞ്ഞിരിക്കുന്നു. അത് പെട്ടെന്ന് വെറ്റായി പോകില്ല, നമ്മളുടെ നിലം വെറ്റായി പോകുന്നില്ല. ചെടിയുടെ ഇലകളുടെ മുകളിൽ താഴ്ത്തടിയും മേല് എവിടെയെങ്കിലും അങ്ങനത്തത് ഉണ്ടെങ്കിൽ ആ ചെടി പെട്ടെന്ന് ഉണങ്ങിപ്പോവില്ല. അത് കുറേ നേരം നിന്ന ശേഷം എത്രയാണ് ആ നനവ് പോവുകയുള്ളൂ. തന്നെ അബുബി ഖീലേത്തെ, അപ്പോഴത് മഴ നേരത്തെ പെയ്തൊഴിഞ്ഞെങ്കിലും കൂടി ഇപ്പോഴും ആ താഴ്ത്തടികൾ നനഞ്ഞിരിക്കുന്നു. മൂങ്ഫലിയോം കെ ഹരേ ഖേത്തോ മേ പീലെ ഫൂൽ അബ് ബി ഖീലേത്തെ. മൂങ്ഫലി, മൂങ്ഫലി എന്ന് പറഞ്ഞാൽ നിലക്കടല. നിലക്കടല വിതച്ച ഹരേ ഖേത്തോമേ, നെൽപ്പാടങ്ങളെ നമ്മൾ എന്ത് പറയുന്നു? ഹരേ ഖേത്തോമേ. ഖേത്ത് എന്നുള്ള വാക്ക് പുല്ലിംഗമാണ്, ഹരി ഖേത്ത് എന്നല്ല പറയുന്നത്, ഹരേ ഖേത്ത്. സോ അണ്ടർലൈൻ ഹരേ ഖേത്ത്. സാരാ ആകാശ് അണ്ടർലൈൻ ഹരേ ഖേത്ത്. ഹരേ ഖേത്ത് വയൽ, വയൽ എന്നുള്ളത് പുല്ലിംഗമാണ്. നിലക്കടല വിതച്ച ഹരേ ഖേത്തോമേ പീലെ ഫൂൽ, ഏത് നിറത്തിലുള്ള പുഷ്പങ്ങളാണ്? മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങൾ. അബ് ബി ഖീലേത്തെ. മക്കളെ, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, മഴ കഴിഞ്ഞൊഴിയുമ്പോഴുള്ള നമ്മളുടെ പ്രകൃതിയുടെ അവസ്ഥ. മഴ വലിയ മഴ പെയ്ത ശേഷം നമ്മൾ പ്രകൃതി നോക്കുമ്പോൾ കാണുന്ന അവസ്ഥയാണ് ഇവിടെ വിവരിച്ചിട്ടുള്ളത്. അതായത് മുഫലിയോം കെ ഖേത്തോമേ പീലെ ഫൂൽ, മഞ്ഞ പുഷ്പം ഇപ്പോഴും ഗീലേത്തെ, നനവിലിരിക്കുന്നു. ഖേത്തോ മേ ചോട്ടാ ചോട്ടാ ബാജ്റ ഉഗാ ഥാ, വയലുകളിൽ ചോട്ടാ ചെറിയ ചെറിയ ബാജ്റ, ബാജ്റ എന്ന് പറഞ്ഞാൽ ചോളം, മുളച്ചിരുന്നു. ബാജ്റെ കെ ലംബെ പതലെ പാത്തോ മേ പാനി കി ബൂന്ദേ അടക്കി ഹുയി തി. ബാജ്റയുടെ ലംബെ, ലംബെ മീൻസ് നീണ്ട, പതലെ മെലിഞ്ഞ മൃദുവായ സോഫ്റ്റ് ആയിട്ടുള്ള ഇലകളിൽ പാനി കി ബൂന്ദേ, ഏത് വെള്ളം? മഴത്തുള്ളി. ബർസാത് കി ബൂന്ദേ, പാനി കി ബൂന്ദേ അടക്കി ഹുയി, തങ്ങി നിന്നിരുന്നു. ബാരിഷ് കി ഹവാ മേ, ബാരിഷ് എന്ന് പറഞ്ഞാൽ മഴ, വർഷ. ബാരിഷ് കി ഹവാ മേ ഗീലെ ഖേത്തോം और बारिश की हरियाली की गंध धुली हुई थी. बारिश की हवा में, हवा, हवा എന്നുള്ള बारिश की हवा, ബഹതി ഹവ, കാറ്റ് എന്നുള്ളത് അണ്ടർലൈൻ. ബാരിഷ് കി ഹവ, ഹവ എന്നുള്ളത് സ്ത്രീലിംഗം. ബാരിഷ് കി ഹവ, ബഹതി ഹവ. ഹവാമേ ഗീലെ ഖേത്തവും, നനവുള്ള പാടങ്ങളിലും. ബാരിഷ് കി ഹരിയാലി കി ഗൻ, മഴയുടെ സുഗന്ധം. നമ്മൾ രാത്രി മഴ കഴിഞ്ഞ് ഫസ്റ്റ് മഴ പെയ്യും, മഴയ്ക്കൊരു മണം ഉണ്ടാവും, പുതുമഴയ്ക്കൊരു മണം ഉണ്ടാവും. അതുപോലെ മഴയുടെ ഗന്ധം അതിൽ തുലി ഉയർത്തി, അലിഞ്ഞ് ചേർന്നിരിക്കുന്നു. ഇതാണ് ഫസ്റ്റ് അർത്ഥം. അതായത് പ്രഭാത് പറയുന്ന കഹാനികാർ ഒരു മഴ പെയ്തൊഴിഞ്ഞ ഒരവസ്ഥയിൽ പ്രകൃതി എങ്ങനെയാണോ, മഴ പെയ്തൊഴിയുമ്പോൾ പ്രകൃതിയിൽ കാണുന്ന മാറ്റങ്ങൾ, ഒരു വലിയ മഴ പെയ്തതിന് ശേഷം നമ്മൾ തന്നെ കാണുന്ന മാറ്റങ്ങൾ വളരെ ഭംഗിയായി പ്രഭാത് പറഞ്ഞ കഹാനികാർ വിവരിച്ചിട്ടുണ്ട്. ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും പറയുന്നു. സാരാ ആകാശ്, അടുത്തത് ചോട്ടാ ചോട്ടാ ബാജ്റ, ഹരേ ഖേത്തോം, പിന്നെ അടുത്തത് ബാരിഷ് കി ഹവ. ഈ 4 വാചകം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് വരാവുന്നത് മൂങ്ഫലിയോം കെ ഹരേ പത്തോ മേ, ഹരേ ഖേത്തോ മേ കിസ് രംഗ് കി ഫൂൽ ഥേ. ഇപ്പം എന്താണ്? മൂങ്ഫലി എന്ന നിലക്കടല, നിലക്കടല വിതച്ച പച്ചപ്പ് നിറഞ്ഞ വയലുകളിൽ മഞ്ഞ നിറത്തിലുള്ള ചെടികൾ. ഏത് നിറത്തിലുള്ള പുഷ്പങ്ങളാണ് വരിക നിലക്കടല വിതച്ചു കഴിഞ്ഞാൽ? പീലെ ഫൂൾ. അണ്ടർലൈൻ മൂങ്ഫലിയോം കെ ഹരേ ഖേത്തോ മേ പീലെ ഫൂൾ, മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങള് നനഞ്ഞ്, അതിൻ്റെ മുകളിലൊക്കെ ഉണ്ടാവും, നനവുണ്ടാവും, ചെറിയ ചെറിയ തുള്ളികൾ ഉണ്ടാവും. ഇതാണ് ഒന്നാം. വീണ്ടും വീണ്ടും വായിക്കുന്നു. ബാദൽ, ശ്രദ്ധിക്കുക, വാക്കുകൾ ശ്രദ്ധിക്കുക. ബാദൽ बहुत बारिश हुए थे, फिर भी बहुत सारा पानी, बहुत सारा पानी उनमें बचा हुआ था. वे खेतों जंगलों के ऊपर छाए थे. सारा आकाश मेघों से भरा था. मेघों की छायाओं में गीली हवाएं इधर उधर घूम रही थी. पेड़ों के तने अब भी गीले थे. मूंगफलियों के हरे खेतों में पीले फूल अब भी गीले थे. खेतों में
छोटा छोटा बाजरा उगा था, बाजरे के लंबे पतले पतों में पानी की बूंदें अटकी हुई थी, വെള്ളം തങ്ങി നിൽക്കുകയും ചെയ്യാം. बारिश की हवा में गीले खेतों, बारिश की തണുത്ത കാറ്റാണ്, മഴ പെയ്തു കഴിഞ്ഞാൽ തണുത്ത കാറ്റിന് ഖീലെ ഖേത്തോ നനഞ്ഞു കിടക്കുന്ന വയലുകളും, ബാരിഷ് കി ഹരിയാലി കി ഗന്ധ, അതിനൊക്കെ എന്ത് ചെയ്യണം, ഇതിന്റെ പച്ചപ്പിന്റെ ഗന്ധം അലിഞ്ഞു ചേർന്നിരിക്കുന്നു. അപ്പോ ഇവിടെയുള്ള രണ്ട് കഥാപാത്രങ്ങളാണ് ബേല ഓർ സാഹിൽ. ഈ രണ്ട് കുട്ടികളാണ് ഈ സ്റ്റോറിയിലെ മെയിൻ കഥാപാത്രങ്ങൾ. അതായത് പ്രഭാത് എന്ന കഹാനിക എഴുതിയ കഹാനിയാണ് വീർ ബഹൂട്ടി. അതിലെ മുഖ്യ കഥാപാത്രങ്ങളാണ് സാഹിൽ ഓർ ബേല. അത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് വരാം. പ്രമുഖ കഥാപാത്ര കോൺ കോൺ സേ ഹൈ, സാഹിൽ ഓർ ബേല. സാഹിൽ ആൺകുട്ടിയാണ്, ബേല പെൺകുട്ടിയാണ്. ഉൻഹേ വീർ ബഹൂട്ടിയോ സേ മിൽനാ ഹോതാ ഥാ. അണ്ടർലൈൻ ഉൻഹേ, ഞാൻ നേരത്തെ പറഞ്ഞു ഉൻഹേ മീൻസ് ഉൻകോ. നേരത്തെ ഞാൻ സർവനാമം പഠിച്ചെന്നപ്പോൾ പറഞ്ഞു ഉൻഹേ മീൻസ് ഉൻകോ, വേ പ്ലസ് കോ. ഇവിടെ ഉൻഹേ എന്ന് പറയുന്ന ആരാണ്? ഉൻഹേ എന്ന് പറഞ്ഞാൽ സാഹിൽ ഓർ ബേല. ഇവർ രണ്ടുപേരും നല്ല തിക് ഫ്രണ്ട്സ് ആണ്. അവര് രാവിലെ ഒന്നിച്ച് സ്കൂളിൽ പോകുന്നു, ഒന്നിച്ചൊരു ക്ലാസ്സിൽ പഠിക്കുന്നു, അല്ലെ? അപ്പൊ സുഹൃത്ബന്ധത്തിന്റെ മഹത്വത്തെ പറ്റി വിവരിക്കാനാണ് ഈ കഹാനികാർ ഈ കഥ എഴുതിയിട്ടുള്ളത്. ഈ കഥയിലെ ചെറിയ ചെറിയ ഭാഗങ്ങൾ, ചെറിയ ചെറിയ സംഭവങ്ങൾ എഴുതിയത് സുഹൃത്ബന്ധത്തിന്റെ, സൗഹൃദത്തിന്റെ മഹത്വം എത്രയുണ്ട്. ഇതിലെ രണ്ട് മുഖ്യ കഥാപാത്രങ്ങൾ രണ്ടുപേരാണ്, സാഹിൽ ബേലയും. അപ്പൊ ഉന്നെ വീർ ബഹൂട്ടിയും സേ മിൽനാ ഹോതാ താ. മഴ പെയ്തപ്പോൾ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തു, ഇന്ന് നമുക്ക് വയലിലൂടെ പോകുമ്പോൾ എന്ത് കാണാം? വീർ ബഹൂട്ടിയാം. ചുവന്ന നിറത്തിലുള്ള ചെറിയ കീടങ്ങൾ വയലിൽ കാണാം. നമുക്കതിനെ ബഹൂട്ടിയും സേ മിൽന, അണ്ടർലൈൻ സേ മിൽന. മിൽ എന്നുള്ള ക്രിയയ്ക്ക് മുമ്പ് എന്തേ വരുള്ളൂ? സേ എന്ന് മാത്രമേ. കോ വെക്കാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ അധ്യാപകനെ കാണാൻ സ്റ്റാഫ് റൂമിൽ പോയി. അധ്യാപക് കോ മിൽനെ കെ ലിയെ മൈ സ്റ്റാഫ് റൂം ഗയാ. തെറ്റാണ്. അധ്യാപക് സേ മിൽനെ കെ ലിയെ. മിൽ എന്ന ക്രിയയ്ക്ക് മുമ്പിൽ എന്തേ വെക്കും? മിൽന, കാണുക, കണ്ടുമുട്ടുക. ഈ ക്രിയക്ക് മുമ്പ് എപ്പോഴും എന്തേ വെക്കുള്ളൂ? സേ മാത്രമേ വെക്കുള്ളൂ. ഉനേ മീൻസ് ഇവിടെ സാഹിലോ ബേല. ബഹുകൂട്ടിയോ സേ, ചുവന്ന കീടങ്ങളെ, മഴക്കാലത്ത് മാത്രം കാണുന്ന വീർ ബഹൂട്ടിയോ സേ, ചുവന്ന കീടങ്ങളെ മില്ലാ ഹോതാ ഥാ, അതിനെ കാണണമായിരുന്നു. വീണ്ടും പറയാം, മില്ല എന്നുള്ള ക്രിയക്ക് മുമ്പിൽ സേ മില്ല, അണ്ടർലൈൻ. സോ വേ സ്കൂൾ के लिए घर से कुछ समय पहले निकल आते थे. കീടങ്ങളെ, ചുവന്ന കീടങ്ങളെ മഴ പെയ്തപ്പോൾ രണ്ടുപേരും കൂടി തീരുമാനിച്ചു, നമുക്കിന്ന് നേരത്തെ സ്കൂളിൽ പോവാം. പോകുന്ന വഴിക്ക് നമുക്ക് വയലിലൂടെ പോവാം. വയലിലൂടെ പോകുമ്പോൾ നമുക്ക് എന്ത് കാണാം? വയലിനോട് ചേർന്നിട്ടുള്ള, ഗ്രാമത്തിന്റെ വയലിനോട് ചേർന്നിട്ട് ഉള്ള ഗ്രാമത്തിനോട് ചേർന്നിട്ടുള്ള വയലിൽ എന്ത് കാണാം? ചുവന്ന കീടങ്ങളെ കാണാം. മഴ പെയ്താൽ മാത്രം കാണുന്ന കീടങ്ങളെ കാണാം. സോ അതുകൊണ്ട് സ്കൂൾ കേലിയെ घर के कुछ समय पहले, 8 മണിക്ക് പുറപ്പെടുന്നതിന് പകരം, അല്ലെങ്കിൽ 8:30 പുറപ്പെടുന്നതിന് പകരം 8 മണിക്ക് രണ്ടുപേരും കൂടെ പുറപ്പെട്ട. ആരാണ് ഈ രണ്ടുപേർ? സാഹിൽ ഓർ ബേല. രണ്ടുപേരും പുറപ്പെട്ടു. കസ്ബേ കെ സട്ടേ ഇൻ ഖേത്തോമേ. കസ്ബ മീൻസ് ചെറിയ ഗ്രാമം. ഇവിടുത്തെ ഗ്രാമം ഫുലേര. കഹാനികാർ പറയുന്ന ഗ്രാമം പിന്നിൽ വരുന്നുണ്ട്. രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സംഭവത്തിലാണ് ഗ്രാമത്തിന്റെ പേര് കഹാനികാർ പറയുന്നത്. ഗ്രാമത്തിന്റെ പേര് ഫുലേര. കസ്ബേ കെ സട്ടേ, കസ്ബ മീൻസ് ചെറിയ ഗ്രാമത്തിനോട് ചേർന്ന് നിൽക്കുന്ന. കസ്ബേ സെ സട്ടേ മീൻസ് ചെറിയ ഗ്രാമത്തോട് ചേർന്ന് നിൽക്കുന്ന വയലുകളിൽ. അതായത് ഗ്രാമപ്രദേശങ്ങളൊക്കെ ഇപ്പം അന്യം വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാൻ പറ്റില്ല, അല്ലേ? എല്ലായിടത്തും ബിൽഡിംഗ് വന്നു, എല്ലാം എന്തായി, എന്താ പറയാ, ഗ്രാമത്തിന്റെ പച്ചപ്പും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു കാലത്താണ് നിങ്ങളൊക്കെ ഉള്ളത്. ചിലയിടത്തൊക്കെ ഉണ്ട്. അപ്പൊ കസ്ബേ സേ, കസ്ബ മീൻസ് ചെറിയ ഗ്രാമത്തോട്, സട്ടേ, സട്ടേ മീൻസ് ചേർന്ന് നിൽക്കുന്ന, ഇൻ ഖേത്തോമേ വയലുകളിലാണ് വീർ ബഹൂട്ടിയാം ഖോജാ കർത്തേ ഥേ. ഖോജാ കർത്തേ ഥേ, അണ്ടർലൈൻ. അതൊരു ഗ്രാമർ പോർഷനാണ്. ഖോജ നിത്യതാബോധ ക്രിയ എന്ന് പറയും. അതായത് ദിവസവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഞാൻ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോവുക പതിവാണെങ്കിൽ എന്ത് പറയും? മേ ഗിർജാഘർ മേ സൺഡേ ജായാ കർത്താ ഹൂ.
ഞാൻ പോന്നു, ഞാൻ പള്ളിയിൽ എല്ലാ ഞായറാഴ്ചയും ജായ കർത്ത ഗയാ കർത്താഹു എന്ന് പറയില്ല, ജായ കർത്താഹു. അതായത് ഇവര് മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഉടനെ മഴ വന്ന പിറ്റേ ദിവസം ഇവർ രണ്ടുപേരും കൂടി എവിടെ പോകും? കസ്ബേസെ സഠേ കേത്തോമേ, ചെറിയ ഗ്രാമത്തിനടുത്തുള്ള, ചെറിയ ഗ്രാമത്തിനോട് ചേർന്ന് നിൽക്കുന്ന വയലുകളിൽ പോയി ബീർ ബഹൂട്ടിയ. എന്തിനാണ് ബീർ ബഹൂട്ടിയ എന്ന് പറഞ്ഞാൽ മഴ പെയ്താൽ കാണുന്ന ചുവന്ന കീടാണുക്കളെ ഖോജാ കർത്തത്തെ അന്വേഷിച്ച് അതിനെ കണ്ടുപിടിക്കുന്നതിന് പോവുക പതിവായിരുന്നു. അതൊരു ഗ്രാമപോഷനാണ്. ടെക്സ്റ്റിലെ പാഠം കഴിഞ്ഞാൽ ഞാനത് എടുത്തു തരാം. ഖോജാ കർത്തത്തെ, നിത്യവും അവർ ചെയ്യുന്ന ഒരു പ്രോസസ്സ്. നമ്മൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളാണ് നിത്യതാബോധക്രിയ. നിത്യം വെരി ഓഫൺ, ഫ്രീക്വൻ്റ്ലി അല്ല, ഓഫൺ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഖോജാ കർത്തത്തെ, പോവുക പതിവായിരുന്നു. സൂർക്ക്, മുലായം, ഗദ്വതി, ബീർബഹൂട്ടിയ. ഇതിൻ്റെ ഗുണങ്ങൾ, ഈ ബീർബഹൂട്ടിയ അല്ലെങ്കിൽ ഈ കീടങ്ങൾ എങ്ങനത്തെയാണ്? സൂർക്ക് നല്ല ചുവന്ന നിറത്തിലുള്ളതാണ്, നല്ല മുലായം എന്താണ് വളരെ മൃദുവായ, ഗദ്വതി, ഇങ്ങനെ 3 ക്വാളിറ്റിയാണ് ഈ ബീർബഹൂട്ടിയെ പറ്റി പറയുന്നത്. അതും ഒരു പരീക്ഷ, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. ഇതിലല്ലാത്ത കുറേ, ഇതിൽ ബീർബഹൂട്ടിയുടെ ഗുണങ്ങൾ എഴുതുക. ഏതൊക്കെയാണ്? സൂർക്ക്, മുലായം, ഗദ്വതി. ഒന്നും കൂടെ പറയാം, ബീർബഹൂട്ടിയുടെ പ്രത്യേകത എന്താണ്? സൂർക്ക്, മുലായം, ഗദ്വതി. സൂർക്ക് എന്ന് പറഞ്ഞാൽ ചുവന്ന നിറത്തിലുള്ള, മുലായം മൃദുവായ, ഗദ്വതി വഴുവഴുപ്പ് തോന്നും. നമുക്ക് തൊടുമ്പോൾ അതിനെ പെട്ടെന്ന് പിടിച്ച കിട്ടില്ല, കാരണം മഴ സീസണിലാണ് അത് ഉണ്ടാവുന്നത്. ധർത്തി പർ ചൽത്തി ഫിർത്തി കൂൻ കാ പ്യാരാ പ്യാരാ ബൂണ്ടേ. അത് കാണും എന്താ തോന്നുന്നത്? ധർത്തി പർ ചൽത്തി ഫിർത്തി, ഈ ഭൂമിയിൽ നടന്നു നീങ്ങുന്ന, അലഞ്ഞു തിരിയുന്ന ചോരത്തുള്ളികളുടെ സുന്ദരമായ തുള്ളികൾ. ചോരയുടെ സുന്ദരമായ ചോരത്തുള്ളികൾ പോണ പോലെ, നിലത്ത് ചോരത്തുള്ളികളുള്ള പോലെയാണ് ആരെ കാണുമ്പോൾ? ഈ കീടങ്ങളെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഈ രണ്ടുപേരും എന്തിനന്വേഷിച്ചു പോകുന്നു? ബീർബഹൂട്ടിയാം അന്വേഷിച്ചു പോകുന്നു. എവിടത്തേക്ക് പോകുന്നു? കസ്ബേസെ സഠേ ഖേത്രോമേ. ഇതിന്റെ കളർ എന്താണ്? ചുവന്നത്, ലാൽ രംഗ്. അതിന്റെ ക്വാളിറ്റീസ് ആണ് സൂർക്ക്, അത് അണ്ടർലൈൻ ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആണ്. സൂർക്ക്, മുലായം, ഗദ്വതി, ബീർബഹൂട്ടിയ. സൂർക്ക്, മുലായം, ഗദ്വതി, ബീർബഹൂട്ടിയ. അത് എങ്ങനെയാ പോണത്? പ്യാരാ പ്യാരാ ബൂന്തേ. എങ്ങനെ? ഖൂൻ കാ പ്യാരാ പ്യാരാ ബൂന്തേ. രക്തത്തുള്ളികൾ ഇങ്ങനെ നടന്നു നീങ്ങുന്നത് പോലെ തോന്നും. ഉൻകെ ബസ്തേ, ഉൻകെ പീഠ് പർ ലതേ ഹോത്തേ थे. നമ്മുടെ കയ്യിലൊരു ബാഗ് ഉണ്ടാവും. ഇപ്പൊ യൂഷ്വലി എല്ലാ കുട്ടികളുടെ കയ്യിലും സ്കൂൾ ബാഗ് ഉണ്ടാവും. ആ സ്കൂൾ ബസ്തേ മീൻസ് ബാഗ്. ഉൻകെ പീഠ് പർ ലതേ ഹോത്തേ. ബാക്കിൽ ഷോൾഡർ ബാഗ് ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. ലതേ ഹോന തൂക്കിയിടുക. കന്തേ പർ ടംഗേ ഹുയേ थे. തോളിലിങ്ങനെ ടങ്ങിന തൂക്കിയിടുക. വേ ഏക് ദൂസരേക്ക് ബഹുത് നസ്തീ രഹ്കർ. രണ്ടുപേരും ഒരേ പ്രായക്കാരാണ്, ചെറുത് മുതലേ ഫ്രണ്ട്സ് ആണ്. അതുകൊണ്ട് വേ എന്ന് പറഞ്ഞ ഇവിടെ ആരാണ്? സാഹിൽ ഓർ ബേല. സാഹിൽ ഓർ ബേല മറന്നു പോകരുത്. 2 പ്രമുഖ കഥാപാത്രങ്ങളാണ് ഇതിനുള്ളത്, സാഹിൽ ഓർ ബേല. ഏക് ദൂസരേക്ക് ബഹുത് നസ്ദീക് രഹ്കർ, അടുത്തിരുന്നു കൊണ്ട്, ഇങ്ങനെ ഇരുന്ന്, അവിടെ നമ്മൾ നിരത്തിരുന്നിട്ടല്ല, നസ്ദീക് രഹ്കർ ബൽക്കി കഹനാ ചാഹിയേ ബിൽക്കുൽ സട്കർ ബീർബഹൂട്ടിയോं को खोजते थे. ബിൽക്കുൽ സട്കർ, ചേർന്നിരുന്നു കൊണ്ട് രണ്ടുപേരും എന്താണ് അന്വേഷിക്കുന്നത്? ബീർബഹൂട്ടിയ. രണ്ടുപേരും, നിങ്ങളെ 2 കുട്ടികളെ, 2 ഫ്രണ്ട്സ് തമ്മിൽ പോകണ്ടായിരിക്കും നിങ്ങളുടെ ആങ്സൈറ്റി. നിങ്ങൾ നേരത്തെ തീരുമാനിക്കുന്നത് നമുക്ക് അതിലൂടെ പോകാം, നമുക്ക് ഇതിലൂടെ പോവാം, ഈ വഴി വേണ്ടതാ, നമുക്ക് വേറെ വഴിയിലൂടെ പോകാം. ആ പോകുന്ന വഴിക്ക് നിങ്ങൾ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടാവും അല്ലേ? അപ്പൊ അവിടെ നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾ 2 പേരാണെങ്കിൽ ആരാണെങ്കിലും നിങ്ങൾ സട്കർ രഹത്തെ, ചേർന്നിരുന്നു കൊണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? बिल्कुल सटकर बीरबहूटियां खोजते थे. खोजना अन्वेषिका. उन्हें देखने के लिए वे बारिश की गंध पूरी जमीन पर बैठ जाया करते थे. उन्हें इविടെയും പറഞ്ഞു, उन्हें എന്ന് പറഞ്ഞാൽ उनको, वे प्लस को നേരത്തെ പഠിച്ച वे प्लस को उनको. उन्हें देखने के लिए बारिश की गंध भरी, മഴയുടെ മണം നിറഞ്ഞ ഭൂരി സമീൻ, നനഞ്ഞ മണ്ണിൽ അവർ ഇരുന്നു. സ്കൂളിലേക്കാണ് പോകുന്ന ഒരു ബോധമില്ല. 2 പേരും ഇതിനെ കാണാൻ, ഇത് നിലത്ത് ഇങ്ങനെ അരിച്ചരിച്ച് പോവുകയാണ്. ഈ അരിച്ചരിച്ച് പോകുന്ന കീടത്തെ കാണാൻ ആദ്യം ചേർന്നിരുന്നു. നിലത്തങ്ങോട്ട് ഇരുന്ന് 2 പേരും അതിനെ നോക്കാതെ ബൈറ്റ് ജായ കർത്തേത്തെ, വീണ്ടും
ബൈറ്റ് ജായ കർത്തേത്തെ നിത്യതാബോധ ക്രിയ. ഇവർ പതിവായി മഴ ഉണ്ടായാൽ ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് അവർ പറയുന്നത് ബൈറ്റ് ജായ. ദേ യൂസ് ടു ഡു ഇറ്റ് ഡെയിലി. എന്നും അവർ ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ബൈറ്റ് ജായ കർത്തേത്തെ എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് പാരയിൽ ആദ്യമായിട്ടുള്ള 2 പോയിന്റ് ഇതിലെ പ്രമുഖ കഥാപാത്രങ്ങളാണ് സാഹിൽ ഓർ ബേല. ആ ഒന്നാമത്തെ വരി സെക്കൻഡ് പാരയിൽ ആദ്യത്തെ വരി അണ്ടർലൈൻ ചെയ്യാം. ഉन्हें बहुबूटियों से मिलना होता था. उन्हें stands for साहिल और बेला. से मिलना എന്നുള്ള ക്രിയക്ക് മുമ്പ് സേ വെക്കണം. പിന്നെ അടുത്തത് ഈ ബീർ ബഹൂട്ടിയുടെ ക്വാളിറ്റീസ് 1 2 3 നാലാമത്തെ വരി സൂർഖ് മുലായം ഗദ്ബദി ബീർ ബഹൂട്ടിയ. സൂർഖ് മുലായം ഗദ്ബദി ബഹൂട്ടിയ. ഒന്നും കൂടെ പറഞ്ഞു പഠിക്കണത് സൂർഖ് മുലായം ഗദ്ബദി ബീർ ബഹൂട്ടിയ. അതെങ്ങനെയാണ് തോന്നുന്നത്? ഖൂൻ കാ പ്യാരാ പ്യാരാ ബൂന്ദേൻ ജൈസെ. ഖൂൻ അടുത്ത നെക്സ്റ്റ് വരിയിലുണ്ട്. ഖൂൻ കാ പ്യാരാ പ്യാരാ ബൂന്ദേൻ ജൈസെ. അവർ രണ്ടുപേരും എങ്ങനെയാണെന്നൊക്കെ വേ ഏക് ദൂസരേക്ക് ബഹുത് നസ്തീക് അടുത്തിരുന്ന് കുറെ കഴിഞ്ഞപ്പോൾ അവര് എവിടെ നിലത്തിരുന്ന് അതിനെ വീക്ഷിക്കാൻ തുടങ്ങി. ഭൂരി സമീൻ പർ. ഭൂരി സമീൻ എന്ന് പറഞ്ഞാൽ നനഞ്ഞ മണ്ണിലിരുന്ന് അതിനെ നോക്കാം. ഭൂരി കിസ് तरह का जमीन भूरी जमीन. लास्ट सेंटेंस उन्हें देखने के लिए वे बारिश की गंध भरी. വെള്ളത്തിന്റെ മണം നിറഞ്ഞ വെള്ളത്തിന്റെ ഗന്ധം നിറഞ്ഞ ഭൂരി സമീൻ പർ നനഞ്ഞ മണ്ണിൽ ബൈറ്റ് ജായ കർത്തേത്തെ. അപ്പോൾ ഈ 2 പാരഗ്രാഫിൽ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഉൻഹേ ഇവിടുത്തെ കഹാനിക്ക് പ്രമുഖ കഥാപാത്ര कौन कौन है? बेला और साहिल. वह किसकी खोज में थे? ഏത് അന്വേഷിച്ചിട്ടാണ് പോകുന്നത്? വീർ ബഹൂട്ടിയ. ഏത് കാലത്താണ്? ചിലപ്പോൾ സഹീവാക്കി ചുൻകർ ലിഖോ എന്ന് പറഞ്ഞിട്ട് കുറേ സെന്റൻസ് തരും. വർഷാകാലമേ അല്ലെങ്കിൽ ഗർമിക്ക് ദിനോമേ. ഈ സമയം വർഷാകാലമാണ്. ബറസ് ബാദൽ എന്നെല്ലാം കാണുമ്പോൾ ഏത് കാലമാണ്? വർഷകാലം. ഈ സംഭവം നടക്കുന്നത് ഏത് കാലത്താണ്? വർഷകാലത്തിലാണ്. ഒരു ക്വസ്റ്റ്യൻ 2017 ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ഉള്ളത്. വർഷാകാലത്തിലാണ് ഈ കുട്ടികൾ പോകുന്നത്. കാരണം വർഷകാലം മഴ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലാണ്, ഉടനെയുള്ള ദിവസങ്ങളിലാണ് നമ്മൾ എന്ത് കാണുക? ഈ വയലുകളിൽ എന്ത് കാണുക? വീർ ബഹൂട്ടിയാണ്. ഓക്കെ. ഇപ്പൊ ഏത് കാലത്താണ്? വർഷകാലത്ത് അല്ലെങ്കിൽ ബറസ്കെ ദിനോമേ വർഷാകാലവുമാണ്. ഈ 2 കുട്ടികൾ എന്നും പോവുക പതിവായിരുന്നു. എവിടെ പോകും? ഗ്രാമത്തോട് ചേർന്ന് നിൽക്കുന്ന വയലുകളിലേക്ക്. അതിനുവേണ്ടി അവർ സ്കൂളിലേക്ക് കുറച്ച് നേരത്തെ പുറപ്പെടും. സ്കൂളിൽ 8:30 പുറപ്പെടുന്നുണ്ടെങ്കിൽ അന്ന് എത്ര മണിക്ക് 8 മണിക്ക് പുറപ്പെടും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ പോയി 2 പേരും ബാഗൊക്കെ അവിടെ വെച്ച് ബാഗും തോളിലിട്ടിട്ടോ ബാഗ് അവിടെ വെച്ചിട്ടോ ചേർന്നിരുന്ന് അതിനെ അന്വേഷിക്കും. ഇതിലിപ്പോ ഒന്നാമത്തെ പോയിന്റ് ഉന്നേ ബീർ ബഹൂട്ടിയ സമിന്ന ഹോത്താത്ത കിന്നേ. അത് സാഹിൽ और बेला. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതിന്റെ ഗുണങ്ങള് സൂർക്ക് മുലായം ഗദ്ബദി ബീർ ബഹൂട്ടിയ. അതും അണ്ടർലൈൻ ചെയ്യാം. പിന്നെ वे कैसे रहते थे? वे एक दूसरे के बहुत नजदीक रहते. नजदीक में തൊട്ടടുത്തിരുന്നുകൊണ്ട് സട്കർ ചേർന്നിരുന്നുകൊണ്ട് ബീർ ബഹൂട്ടിയാം ഘോഷിച്ചത്. ഒരാൾ ഒരു ബെഞ്ചിൽ ഒരാൾ ഇപ്പോഴത്തെ നമ്മളെ കൊറോണ വന്നതുകൊണ്ട് 6 ഫീറ്റ് ഡിസ്റ്റൻസ് അങ്ങനെയില്ല, സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒന്നുമില്ല. അവരിയ്ക്കുമ്പോൾ 2 പേരും അടുത്ത് സട്കർ ബീർ ബഹൂട്ടിയാം ഘോഷിച്ചത്. ഇനി അവരെവിടെയാണ് ഇരിക്കുന്നത്? ഭൂരി സമീൻ പർ. എന്ത് വരുന്നത്? बारिश की गंध भरी पूरी जमीन पर. The last sentence of the second para. बारिश की गंध भरी पूरी जमीन पर. മഴവെള്ളത്തിന്റെ ഗന്ധത്താൽ നിറഞ്ഞ നനഞ്ഞ മണ്ണിൽ പൂരി സെമീൻ പർ. അതും ആ ഭാഗങ്ങൾ അണ്ടർ ചെയ്യാം. ഈ 2 പാരഗ്രാഫിൽ. അപ്പോൾ ഈ 2 പാരഗ്രാഫ് ആയി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ രണ്ടാമത്തെ പാരഗ്രാഫ് ഞാൻ വീണ്ടും വായിക്കുന്നു. ഉന്നെ ബഹുബൂട്ടിയോ സേ മിൽനാ ഹോതാ था. सो वे स्कूल के लिए घर से कुछ समय पहले निकल आते थे. कस्बे से सटे इन खेतों में वीर बहूटियां खोजा करते थे. सूर मुलायम गिरबदी वीर बहूटियां. धरती पर चलती फिरती खून की खून का प्यारी प्यारी बूंदे. उनके बस्ते उनकी पीठ पर लदे हुए थे, कंधों पर टांगे हुए थे. वे एक दूसरे के बहुत नजदीक रहकर
बल्कि कहना चाहिए बिल्कुल सटकर वीर बहुटियां खोजते थे। उन्हें देखने के लिए वे बारिश की गंध भरी पूरी जमीन पर बैठ जाया करते थे। അപ്പം ഇതിൽ 2000 ക്വസ്റ്റ്യൻ വ്യക്തമാക്കാം. ഉണ്ണിയെ എന്നുള്ള വാക്ക് പ്ലസ് കോ, ഏത് കാലം, വർഷകാലം, കഥാപാത്രങ്ങൾ साहिल और बेला. साहिल लड़का है, बेला लड़की है. दोनों एक दूसरे से दूसरे का मित्र है. അവർ ഒരേ പ്രായക്കാരാണ്, ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നവരാണ്. അവർ രണ്ടുപേരും കൂടി ഏത് സമയത്താണ് पूरी जमीन पर बैठ जाया करते थे. बेला देखो इस वीर बहुटी का रंग तुम्हारे रिबन का जैसा लाल है. साहिल ആദ്യത്തെ ഡയലോഗ് പറയുന്നത് ആരാണ്? സാഹിൽ. സാഹിൽ എന്താ പറയുന്നത്? ബേല देखो इस वीर बहुटी का रंग, ഈ കീടത്തിന്റെ നിറം തുമാരെ റിബൺ കെ ജൈസെ ലാൽ ഹെ, നിന്റെ റിബൺ പോലെ ചുവന്നതാണ്. ഈ ഒരു സെന്റൻസിൽ അതൊരു പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. റിബൺ കെ ജൈസാ ലാൽ ഹെ. റിബൺ ഇവിടെ എന്താണ്, ഏത് രൂപത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത്? ബേലയോട് പറയാണ് देखो इस वीर बहुटी का रंग, ഇതിന്റെ നിറം എന്താണ്? തുമാരെ റിബൺ കെ ജൈസ, നിന്റെ റിബൺ പോലെ ചുവന്നതാണ്. ഇവിടെ തുമാരെ റിബൺ കെ ജൈസ ലാൽ ഹെ, ഇതിലെ റിബൺ എന്നുള്ള വാക്ക് ഏത് രൂപമാണ്? സംജ്ഞ, നാമം. റിബൺ ഇവിടെ എന്താ ഉപയോഗിക്കുന്നത്? നാമം. സംജ്ഞാൻ തരും, വിശേഷണം തരും, ക്രിയാൻ തരും. നമ്മൾ ഏതെഴുതണം? സംജ്ഞ. റിബൺ എന്നുള്ളത് ഇവിടെ നാമമായിട്ടാണ് ഉപയോഗിക്കുന്നത്. സംജ്ഞാക്ക് അണ്ടർലൈൻ തുമാരെ റിബൺ കെ ജൈസ ലാൽ ഹെ, റിബണിന്റെ മുകളിൽ എഴുതുക സംജ്ഞ അല്ലെങ്കിൽ നാമം. സാഹിലിനെ കഹ തുമ്നെ കുച്ച് സുനാ ബേല. സാഹിലാണ് ബേലയോട് ചോദിച്ചത്, നിന്റെ റെഡ് റിബൺ, നിന്റെ തലയിലുള്ള റിബണിന്റെ കളർ എന്താണ്? റെഡ്. അതിന്റെ കളറാണല്ലോ ഈ വീർ ബഹൂട്ടിയ. തുമ്നെ കുച്ച് സുനാ ബേല. ഉടനെ തന്നെ ചോദിക്കും, നീ എന്തെങ്കിലും കേട്ടോ? ഇവര് സ്കൂളിൽ ബെല്ലടിക്കുന്നതിന് കുറച്ച് മുമ്പേ വന്നിട്ടുള്ളൂ. തുമ്നെ കുച്ച് സുനാ ബേല, നീ എന്തെങ്കിലും കേട്ടോ? ഹാ സുന പെഹലി ഗണ്ട് ലഗി. ആ ഞാൻ കേട്ടു, ആദ്യത്തെ മണിയടിച്ചു. ഫസ്റ്റ് ബെൽ അല്ലേ? ഇവരിവിടെ ആണെങ്കിൽ ഇവരുടെ ഒരു ശ്രദ്ധ എവിടെയാണ്? അവരെവിടത്തേക്കാണ് പുറപ്പെട്ടത്? സ്കൂളിലേക്കാണ് പുറപ്പെട്ടത്. സ്കൂൾ ബാഗ് തോളിലുണ്ട്, അതും കൊണ്ടാണ് ആ വയലിൽ പോയിട്ടുള്ളത്. അപ്പൊ നീ എന്തെങ്കിലും കേട്ടോ? ഹാ കേട്ടു. പെഹലി ഘണ്ടി ലഗ്തി ഹെ. പെഹലി ഘണ്ടി. പെഹലി ഘണ്ടി എന്നുള്ളത് മണി. അപ്പൊ മണി എന്നുള്ളത് എന്താണ്? സ്ത്രീലിംഗം. അണ്ടർലൈൻ. പെഹലി ഘണ്ടി. പെഹല ഘണ്ട എന്നല്ല പറയാം, ഘണ്ടി എന്നല്ല പറയാ. പെഹലി ഘണ്ടി, ആദ്യത്തെ മണി അടിച്ചു. ലേക്കിൻ മുझे पेन में स्याही भी भरवानी है दुकान से. ഉടനെ പറയാണ്, മണി അടിച്ചു, ഫസ്റ്റ് ബെൽ അടിച്ചു, എനിക്ക് പോകുന്ന വഴിക്ക് എന്ത് ചെയ്യണം? മഷി നിറയ്ക്കണം. നമ്മൾ അങ്ങനെയല്ലേ ചെയ്യാം? പോകുന്ന വഴിക്ക് ശബരിയുടെ വീടെ കയറാം, അല്ലെ പോകുന്ന വഴിക്ക് ഗ്ലോബലിൽ കയറാം. എന്ത് ചെയ്യാം? പെന്ന് വാങ്ങാം, പെൻസിൽ വാങ്ങാം, എല്ലാം പ്ലാൻ ചെയ്യും. അതിനിടക്ക് 100 കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യും. ബെല്ലടിച്ച് പോകുന്ന വഴിക്ക് ഓടി അത് വാങ്ങിച്ചിട്ട് സ്കൂളിലേക്ക് എത്തണം. ലേക്കിൻ എന്നാൽ മുझे पेन में, पेन മീൻസ് കലം, पेन में स्याही മീൻസ് മഷി, भी भरवानी है നിറയ്ക്കണം. എവിടെ നിന്ന്? ദുകാൻ സെ. ദുകാൻ എന്ന് പറഞ്ഞാൽ പീഡിക. ഈ പീഡിക എന്നുള്ള വാക്ക് സ്ത്രീലിംഗമാണോ പുല്ലിംഗം? കിതാബ് കി ദുകാനെ പറയും. പുസ്തകം വിൽക്കുന്ന കട, സ്റ്റേഷനറി വിൽക്കുന്ന കട, അതെന്ത് വിറ്റാലും കടകളെല്ലാം എന്താണ്? സ്ത്രീലിംഗം. കിതാബ് കി ദുകാൻ. ലേക്കിൻ മുझे पेन में स्याही भी भरवानी है दुकान से. ദുകാൻ എന്ന് പറഞ്ഞാൽ കട. അപ്പൊ ഇതില് ആദ്യത്തെ ഡയലോഗ് പറയുന്നത് ആരാണ്? സാഹിൽ. സാഹിൽ ആരോടാണ് ഡയലോഗ് പറയുന്നത്? സാഹിലിന്റെ കൂടെ ആരാണുള്ളത്? ബേല. എന്താ പറയുന്നത്? ബേലയുടെ റിബണിന്റെ കളറാണ് ഈ കീടങ്ങളുടെ കളർ. റിബണിന്റെ കളർ എന്താണ്? ചുവപ്പ് നിറം. ഇവിടെ റിബൺ എന്നുള്ള വാക്ക് എന്തായി ഉപയോഗിച്ചിരിക്കുന്നു? നാമം, സംജ്ഞയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. ഉടനെ സാഹിൽ വീണ്ടും ചോദിക്കുകയാണ്, നീ എന്തെങ്കിലും കേട്ടോ? അപ്പൊ എന്ത് പറയുന്നു? ആ കേട്ടു. ആദ്യത്തെ പെഹലി ഘണ്ടി. പെഹലി ഘണ്ടി ലഗ് ഗയി ഹെ. ആദ്യത്തെ മണി അടിച്ചു. അല്ലേ? അപ്പൊ ഉടനെ ഇവൻ പറയാം, പോകുന്ന പോക്കിന് നമുക്ക് എന്ത് വാങ്ങാണ്ട്, എനിക്ക് മഷിയും കൂടി നിറക്കാണ്ട് ഓടിപ്പോവാൻ. നമുക്ക് എവിടെ നിന്നൊക്കെ മഷി നിറക്കണം? ഒരു കടയിൽ പോയി എനിക്ക് മഷി നിറക്കാനുണ്ട്. അപ്പൊ സാഹിൽ ബേലയോട് എന്താണ് ആദ്യമായിട്ട് പറയുന്ന വാചകം? എന്താണെന്ന് വെച്ചാല് വീർ ബഹൂട്ടി കാ രംഗ് തുമാരെ റിബൺ ജൈസാ ഹെ. പിന്നെ ബേലയോട് അടുത്ത വെച്ച് തുമ്നെ കുച്ച് സുനാ ബേല. तो बेला ने क्या कहा? बेला ने कहा पहली घंटी लग गई है. इस पर साहिल ने क्या कहता है? साहिल कहता है कि मुझे रास्ते में एक दुकान पर जाना है, दुकान से पेन में स्याही भी भरवानी है.
മക്കൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇന്നെടുത്ത ഭാഗങ്ങൾ ഇപ്പം ഞാൻ ചെറിയ 2 പാരഗ്രാഫും ബാക്കി 2 ഡയലോഗുമാണ് ഇന്ന് എടുത്തത്. ആ 1ാമത്തെ പേജിലുള്ള 8ാമത്തെ പേജിലുള്ള ആ പേജാണ് ഞാൻ എടുത്തത്. ആ പേജിൽ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതുപോലെ വാക്കുകൾ വളരെ കൃത്യമായി വിരൽ വെച്ച് വായിച്ചതിന് ശേഷം അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഒന്ന് നോക്കുക. അതിലെ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസാണ്. ആ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ പാസേജ് തന്നുകൊണ്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്നും ആ ക്വസ്റ്റ്യൻ ഉത്തരം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണമെന്നും അറിയണമെങ്കിൽ നിങ്ങൾ ഈ ഭാഗങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വൃത്തിയായി വായിക്കണം. വൃത്തിയായി വിരൽ വെച്ച് ദയവ് ചെയ്ത് സൈലൻ്റ് അല്ല, വായ തുറന്ന് വായിക്കുക. അതോടുകൂടി കാര്യങ്ങൾ മുഴുവൻ നമുക്ക് മനസ്സിലാവും. ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യണമെന്നും ആ ഷുവർ ക്വസ്റ്റ്യൻ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണമെന്നും അടുത്ത ക്ലാസ്സിൽ ഞാൻ വിവരിച്ചു തരാം.